റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിക്കോസ് യു ആർ സീയിങ് സർജറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ റീഹാബ് എന്ന് പറയുന്നത്. അതായത് അതിന് ശേഷമുള്ള സ്ട്രെങ്തനിങ്, കണ്ടീഷനിങ്, എക്സസൈസും കാര്യങ്ങളൊക്കെ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പിന്നെയും പെയിൻ ഫീൽ ചെയ്യാം. എഗെയിൻ സം ലിഗമെന്റ് ടയർ ഹാപ്പൻ ചെയ്യും. പിന്നെ കാല് ഫുള്ളായിട്ട് മടക്കാൻ പറ്റില്ല, നിവർത്താൻ പറ്റില്ല. അതിന് പറയുന്ന പേരാണ് നമ്മൾ എക്സ്റ്റെൻസർ ലാഗ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഫ്ലെക്ഷൻ ഡിഫോമിറ്റി പറയും. അതായത് ഫുള്ളായിട്ട് നമുക്ക് മടക്കാനും പറ്റില്ല, ഫുള്ളായിട്ട് നിവർത്താനും പറ്റില്ല. ആ ഒരു കൺട്രാക്ഷൻ പൊസിഷനിലേക്ക് കാല് വരും. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീഹാബ് പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഫസ്റ്റ് ഒരു 1 to 2 months നമ്മൾ ഈ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ്, 2 to 3 months നമ്മൾ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗിലേക്ക് തിരിച്ചു പോകേണ്ട എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ഇഫ് യു ആർ എ സ്പോർട്സ് പേഴ്സൺ, അതിനുശേഷം നിങ്ങൾക്ക് ആ സ്പോർട്സ് റിലേറ്റഡ് എക്സസൈസും പ്ലയോമെട്രിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രൊപ്രിയോസെപ്ഷൻ എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. സോ ഇത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ.